NTA പരിഷ്കരിക്കാൻ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരിഷ്കരിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു എന്നതാണ്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകും. 47 പേരെ പിരിച്ചുവിടും എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പി ബസന്ത്, രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്ന് ഡൽഹിയിൽ ഇങ്ങനെ അരങ്ങേറുമ്പോഴാണ് ഈ സിസ്റ്റം കറപ്റ്റഡ് ആണെന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് ചെറിയ ചില തിരുത്തൽ പ്രക്രിയകളെങ്കിലും ഉണ്ടാകുമെന്ന സൂചന വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാത്രി 8 മണിയോടുകൂടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉടച്ചു വാർത്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിന്റെ ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറം ജോലികൾ നൽകുന്ന ആ ഒരു സംവിധാനത്തിനാണ് വലിയ മാറ്റം വരുത്താൻ പോകുന്നത്. അതായത് ചോദ്യപേപ്പർ തയ്യാറാക്കൽ, അവയുടെ വിതരണം തുടങ്ങിയ മേഖലകളിൽ. അപ്പോൾ ഇവയെല്ലാം പുറത്ത് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 47 പേരെ പിരിച്ചുവിടും എന്നുള്ളൊരു സൂചനയാണുള്ളത്. ഇതിൽ പലർക്കെതിരെയും നടപടികളും ഉണ്ടാകും. കാരണം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ചെയ്തവർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ടെത്തൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഉയർന്നിട്ടുള്ളത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പുറമെ CBSE പരീക്ഷയുടെ വാല്യുവേഷൻ, അതിന്റെ OSM മാർക്കിംഗ് രീതികൾ, ഇതിലെല്ലാം തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായും ഇതിനെ ഉടച്ചു വാർക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് സർക്കാർ ഇപ്പോൾ കടക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ നടപടികൾ അടുത്ത മാസം മുതൽ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയോടുകൂടി ഇതനുസരിച്ചുള്ള പ്രഖ്യാപനം വരും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.